مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب ദൈവത്തിന്റെ അത്ഭുത ദൃഷ്ടാന്തം. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന് സർവസ്തുതിയും. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പ്രപഞ്ചം. കോടാനുകോടി ജീവജാലങ്ങൾ സുഖസമൃദ്ധമായി ജീവിക്കുന്ന ലോകം. ആരാണ് ഈ പ്രപഞ്ചഘടനയ്ക്ക് രൂപം നൽകിയത്? അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് അല്ലാഹുവിനെ കണ്ടെത്താം. നാം അധിവസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കൂ. ഊഷരമായ ഈ ഭൂമിയെ കുളിർപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഭൂമിക്കും അതിലെ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്കും ആവശ്യമായ വെള്ളം പ്രദാനം ചെയ്തത് സർവശക്തനാണ്. مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي. ഒരു തുള്ളി വെള്ളം എത്ര നിസ്സാരമാണല്ലേ. പക്ഷേ നാം ഓർക്കണം, ഒരു തുള്ളി വെള്ളം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 41 സൂക്തം 39 ഇങ്ങനെ കാണാം: ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായി കാണുന്നു. എന്നിട്ട് അതിൽ നാം വെള്ളം വർഷിച്ചാൽ അതിന് ചലനമുണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു. ഇതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. അതിന് ജീവൻ നൽകിയവൻ തീർച്ചയായും മരിച്ചവർക്കും ജീവൻ നൽകുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളിൽ ഏറ്റവുമധികം അത്ഭുതം നിറഞ്ഞതാണ് വെള്ളം. വെള്ളമില്ലാതെ ഈ പ്രപഞ്ചത്തിനോ അതിലെ ജീവജാലങ്ങൾക്കോ നിലനിൽപ്പില്ല. വ്യത്യസ്ത സ്രോതസ്സുകൾ മുഖേന ഭൂമിക്ക് വെള്ളം നൽകിയവനാണ് അല്ലാഹു. നിഹായസിന്റെ വിരിമാറിൽ നിന്നും കനത്ത കറുത്ത മേഘക്കീറുകൾക്കിടയിലൂടെ പെയ്തിറങ്ങുന്ന മഴവെള്ളം പ്രപഞ്ചത്തിന്റെ അനിഷേധ്യമായ അസ്തിത്വത്തെ തെളിയിക്കുന്നു. ആർത്തലച്ചു വരുന്ന കാറ്റും ഇരുട്ടും മിന്നൽ പിണറുകളും പ്രപഞ്ചത്തിലേക്ക് സന്തോഷത്തിന്റെ കണ്ണീരായി മഴത്തുള്ളികളായി വർഷിക്കുന്നു. എത്ര ആനന്ദദായകവും ആസ്വാദ്യകരവുമാണ് മഴവെള്ളം. വെള്ളത്തിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളമാണ്. ആരാണ് ഈ അമൃത വർഷിക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ?
وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين. മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുമാറാക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സംഭരിച്ചു വയ്ക്കാൻ കഴിയുമായിരുന്നില്ല. എത്ര കാരുണ്യവാനാണ് അല്ലാഹു! വെള്ളത്തിന്റെ സൂക്ഷിപ്പുകാരനായ സർവശക്തൻ. യാതൊരു പിശുക്കും കൂടാതെ തന്റെ സൃഷ്ടിജാലങ്ങൾക്ക് ജീവജലം കനിഞ്ഞരുളിയ നാഥൻ എത്ര പരിശുദ്ധൻ! തന്നെ നിഷേധിക്കുന്ന അഹങ്കാരികൾക്കും കാരുണ്യത്തിന്റെ ഉറവ് നൽകുന്നവനാണ് അല്ലാഹു. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്കു ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ വെള്ളം ഇരുഭാഗത്തു നിന്നും യഥേഷ്ടം നൽകിയ സർവശക്തൻ. ലോകത്തിന്റെ 2/3 ഭാഗവും വെള്ളമാണ്. എന്തിനാണ് ഇത്രയധികം വെള്ളം സർവശക്തൻ ഒരുക്കിവെച്ചത്? ലോകത്തിന്റെ നിലനിൽപ്പ് വെള്ളത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിനായിരിക്കുമെന്ന് ലോകശാസ്ത്രജ്ഞർ വരെ അഭിപ്രായപ്പെടുന്നു. ഒഴുകുന്ന നദിയിലെ വെള്ളം തടഞ്ഞു നിർത്തി ഉണ്ടാക്കുന്ന വൻ ജലസംഭരണികളാണ് അണക്കെട്ടുകൾ. പവർ ഹൗസിലെ ടർബൈനുകൾ കറങ്ങുന്നത് വെള്ളം നിശ്ചിത അളവിലും ഉയരത്തിലും ഒഴുക്കുമ്പോഴാണ്. നമുക്കാവശ്യമായ വൈദ്യുതി ഉണ്ടാക്കുവാൻ വെള്ളം അത്യാവശ്യമാണ്. അല്ലാഹു കനിഞ്ഞരുളിയില്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ജലം ലഭിക്കുക? وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا. തന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ സന്തോഷസൂചകമായി കാറ്റുകളെ അയച്ചതും അവനത്രേ. ആകാശത്തുനിന്ന് ശുദ്ധമായ ജലം നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا. നിർജീവമായ നാടിന് അതു മുഖേന നാം ജീവൻ നൽകുവാനും നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി. എത്ര ദയാലുവാണ് അല്ലാഹു! മുഴുവൻ ലോകത്തിനും ജീവജാലങ്ങൾക്കും കുളിർമയേകി കാറ്റുകളെ അയച്ചവർ. എന്തിനാണ് കാറ്റ്? എന്താണ് കാറ്റിന്റെ ധർമ്മം? വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അക്കാര്യം പരാമർശിക്കുന്നുണ്ട്. മഴയാകുന്ന അനുഗ്രഹത്തിന്റെ മുന്നോടിയായി ശുഭവാർത്ത എന്നാണ് അല്ലാഹു കാറ്റിനെക്കുറിച്ച് പറഞ്ഞത്. ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. അന്തരീക്ഷത്തിലെ സഞ്ചാരത്തിനിടയിൽ അല്ലാഹു കാറ്റിനെ അയക്കുന്നു. ഈ കാറ്റ് മുഖേന തണുക്കുന്ന മേഘപാളികൾ ജലകണികകളായി താഴേക്ക് വീഴുന്നതാണ് മഴത്തുള്ളികൾ.
العالي في سماء العالي في سماء والبشاير. ഈ തുള്ളികൾ കൂടിച്ചേർന്ന് നീർത്തടങ്ങൾ രൂപമെടുക്കുന്നു. പല നീർത്തടങ്ങൾ ചേർന്ന് ചതുപ്പുനിലങ്ങളും, ചതുപ്പിൽ നിന്ന് കുഞ്ഞുറവകളും, പല ഉറവകൾ ചേർന്ന് ചെറിയ അരുവികൾ, അരുവികൾ ചേർന്ന് തോടുകളും, തോടുകൾ ചേർന്ന് നദികളും ഉണ്ടാകുന്നു. ഈ നദികളെല്ലാം സമുദ്രത്തിലും ചേരുന്നു. മഹാത്ഭുതങ്ങളുടെ കഥകളാണ് ഒരു തുള്ളി ജലത്തിന് നമ്മോട് പറയാനുള്ളത്. വെള്ളത്തിന് ദാഹിച്ച് തൊണ്ട വരണ്ടവന് ഒരു തുള്ളി വെള്ളം ലഭിക്കുമ്പോഴുള്ള ആഹ്ലാദമൊന്ന് ഓർത്തു നോക്കൂ. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഭാര്യ ഹാജറയെയും കുഞ്ഞിനെയും വിജനമായ മരുപ്രദേശത്ത് വിട്ടുപോയപ്പോൾ ദാഹിച്ചു വരണ്ട കുഞ്ഞ് കാലിട്ടടിച്ചു. മഹതിയായ ഹാജറ സഫാ മർവയ്ക്കിടയിൽ അള്ളാഹുവിലേക്ക് കണ്ണുകളയച്ച് പ്രാർത്ഥിച്ചു. മകൻ ഇസ്മായിൽ കാലിട്ടടിച്ച പ്രദേശത്ത് പൊങ്ങി വന്ന ഉറവ സംസം. അള്ളാഹു കനിഞ്ഞരുളിയ നീരുറവയാണ് സംസം. അന്നു മുതൽ ഇന്നുവരെ വറ്റാത്ത അനുഗ്രഹത്തിന്റെ ജലവർഷം. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഉപയോഗിച്ചിട്ടും കൊണ്ടുപോയിട്ടും വറ്റാത്ത അള്ളാഹുവിന്റെ ഭവനത്തിനരികിൽ അവന്റെ അടിയാറുകൾക്ക് കുളിർമയേകാൻ അള്ളാഹു നൽകിയ വിശുദ്ധ പാനീയമാണ് സംസം. മനുഷ്യരും പക്ഷിമൃഗാദികളും ഇറ്റിറ്റു വീഴുന്ന ജലകണികകൾ കാണുമ്പോൾ ആഹ്ലാദഭരിതരാകുന്നു. الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون. അല്ലാഹുവാകുന്നു കാറ്റുകളെ അയക്കുന്നവൻ. എന്നിട്ട് ആ കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു. അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു. നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് വെള്ളത്തിന്റെ രാസഘടന. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വെള്ളം. കത്തുന്ന വാതകമായ ഹൈഡ്രജനും കത്തുന്നതിന് സഹായിക്കുന്ന ഓക്സിജനും കൂടിക്കലർന്നതാണ് വെള്ളം. ഇത് രണ്ടും ചേർന്നുണ്ടാകുന്ന വെള്ളം അതേ അഗ്നിയെ കെടുത്താൻ സഹായിക്കുന്നു. എന്തൊരത്ഭുത പ്രതിഭാസമാണിത്! ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഹേതുവായ ഇതുപോലൊരു ദ്രാവകത്തിന് ജന്മം നൽകാൻ ആർക്കാണ് കഴിയുക? أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്? അതല്ല, നാമാണോ ഇറക്കിയവൻ? ഭൂമിയിൽ സുലഭവും സർവ്വസാധാരണവുമാണെങ്കിലും സുപ്രധാനമായൊരു രാസസംയുക്തമാണ് വെള്ളം. പ്രകൃതിയുടെ വരദാനമായ വെള്ളം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹ സ്രോതസ്സാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമി ഒരു ജലഗോളമാണ്. ജലം ഇല്ലാത്ത ഒരു ഘന സെന്റിമീറ്റർ വായുവോ ഒരു ഗ്രാം മണ്ണോ ഭൂമുഖത്ത് ഇല്ല. ഭൂമിയുടെ ബാഹ്യപടലങ്ങളിലൂടെ ജലം ഊറിയിറങ്ങി പാറകളുടെയും പരലുകളുടെയും ഭാഗമായി മാറുന്നു. فَلْيَنظُرِ الْإِنسَانُ إِلَى طَعَامِهِ. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. أَنَّا صَبَبْنَا الْمَاءَ صَبًّا. നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തു.
ثم شققنا الأرض شقا പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. فأنبتنا فيها حبا وعنبا وقضبا എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു, മുന്തിരിയും പച്ചക്കറികളും. وزيتونا ونخلا ഒലീവും ഈന്തപ്പനയും. وحدائق غلبا ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും. وفاكهة وأبا പഴവർഗവും പുല്ലും. متاعا لكم ولأنعامكم നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമായ വെള്ളമാണ് ഊഷരമായ ഈ ഭൂമിയെ നനയ്ക്കുന്നതും അതുവഴി സസ്യലതാദികളും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും ഉണ്ടാക്കിത്തരുന്നതും. ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ഇതര ജീവജാലങ്ങൾക്കും വെള്ളവും ഭക്ഷണവും നൽകുന്നതും അള്ളാഹുവാണ്. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون അവനാണ് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത്. അതിൽ നിന്നാണ് നിങ്ങളുടെ കുടിനീര്. അതിൽ നിന്നു തന്നെയാണ് നിങ്ങൾക്ക് കാലികളെ മേക്കുവാനുള്ള ചെടികളുമുണ്ടാകുന്നത്. ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. ആ വെള്ളം മൂലം ധാന്യവിളകളും ഒലീവും ഈന്തപ്പനയും മുന്തിരികളും നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു. എല്ലാത്തരം ഫലവർഗങ്ങളും അവൻ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. H2O എന്നാണ് വെള്ളത്തിന്റെ രാസനാമം. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് H2O എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വെള്ളം. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വെള്ളത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മറ്റു ദ്രാവകങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് വെള്ളത്തിനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. അയോണിക് ബോണ്ടുള്ള മിക്ക തന്മാത്രകളെയും ലയിപ്പിക്കാൻ സാധിക്കുന്നത് ജലത്തിന്റെ ഉയർന്ന ഡ്രൈ ഇലക്ട്രിക് സ്ഥിരാങ്കം മൂലമാണ്. അതിനാൽ ഒഴുകുന്ന പ്രതലത്തിലുള്ള സർവ്വഗുണങ്ങളെയും ആവാഹിച്ചെടുക്കാൻ വെള്ളത്തിന് സാധിക്കും. അമ്ലഗുണമുള്ള ഭാഗത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നതെങ്കിൽ ക്ഷാരഗുണം പുറപ്പെടുവിച്ച് വെള്ളം അമ്ലഗുണത്തെ ലയിപ്പിച്ചു കൊണ്ടുപോകും. ഈ കഴിവ് മൂലമാണ് വെള്ളത്തെ പേടിക്കണമെന്ന് പറയുന്നത്. ഒഴുകുന്ന പ്രതലത്തിലെ ഒട്ടേറെ വസ്തുക്കളെ വെള്ളം തന്നിൽ ലയിപ്പിച്ച് തന്നോടൊപ്പം കൊണ്ടുപോകുന്നു. പതയെ ആസ്പദമാക്കി വെള്ളത്തെ രണ്ടായി തിരിക്കാം. മൃദുജലം അഥവാ സോഫ്റ്റ് വാട്ടർ എന്നും കഠിനജലം അഥവാ ഹാർഡ് വാട്ടർ എന്നും. ലവണങ്ങൾ ഒട്ടും കലർന്നിട്ടില്ലാത്തതാണ് മൃദുജലം. കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അംശം കൂടുമ്പോൾ വെള്ളത്തിന് കാഠിന്യവും കൂടുന്നു. ഇതിനാണ് കഠിനജലം എന്ന് പറയുന്നത്. ജലത്തിന്റെ കാഠിന്യം 50 ppm കൂടുതലാണെങ്കിൽ കുടിക്കാനും കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ദോഷമായി വരും. അതേസമയം തീ കെടുത്താനും വിളകൾ നനയ്ക്കാനും കഠിനജലമാണ് നല്ലത്. വല്ലാഹു അൻസല മിനസ്സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന
في ذلك لآية لقوم يسمعون. അല്ലാഹു ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും അതുമൂലം ഭൂമിയെ അത് നിർജീവമായി കിടന്നതിനു ശേഷം അവൻ സജീവമാക്കുകയും ചെയ്തു. കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന്റെ മഹാ അനുഗ്രഹമായ മഴ വർഷിക്കുന്നതോടെ പക്ഷികളും മൃഗങ്ങളും മറ്റു ജന്തുക്കളും എന്നു വേണ്ട ഭൂമിയിലെ സൂക്ഷ്മാണുക്കൾ പോലും ആഹ്ലാദഭരിതരാകുന്നു. പക്ഷികൾ ചിറകടിച്ച് പാറിപ്പറക്കുന്നു, തവളകൾ കരയുന്നു, മൃഗങ്ങൾ കാടും ഗുഹകളും വിട്ട് പുറത്തിറങ്ങുന്നു, മനുഷ്യൻ നന്ദി സൂചകമായി സുജൂദ് ചെയ്യുന്നു. വെള്ളം പരീക്ഷണ വസ്തുവാണ്. അത് കൂടിയാലും കുറഞ്ഞാലും നാം കഷ്ടത്തിലകപ്പെടും. വരൾച്ചയും പ്രളയവും രണ്ടും പരീക്ഷണങ്ങളാണ്. 2004 സുനാമി പ്രളയത്തിൽ 10,000-കണക്കിന് മനുഷ്യരും മറ്റു ജീവജാലങ്ങളുമാണ് നശിച്ചത്. 2011 സുനാമിയിലും 1000-കണക്കിന് ആളുകൾ മരിച്ചു. അള്ളാഹുവിൻ്റേതാണ് വെള്ളം. വെള്ളത്തെ നിയന്ത്രിക്കുവാൻ സർവശക്തന് മാത്രമേ സാധിക്കൂ. ഓരോ വർഷവും ജലപ്രളയത്തിൽ എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങളാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫറോവയെ അള്ളാഹു പരീക്ഷിച്ചത് ജലപ്രളയത്തിലൂടെയാണ്. سبحان من سوى للخلق الخير وعوى عيد لنا محلى ربي أعطينا الخير للعالي في سماء للعالي في سماء. നൂഹ് നബിയുടെ ജനത അഹങ്കാരം കാണിച്ചപ്പോൾ അവരുടെ മേൽ മഹാപ്രളയം വന്നു. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركم معنا ولا تكن مع الكافرين. പർവ്വതതുല്യമായ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് തന്റെ മകനെ വിളിച്ചു. അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു. എന്റെ കുഞ്ഞുമകനെ, നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക. നീ സത്യനിഷേധികളുടെ കൂടെ ആയിപ്പോകരുത്. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല, അവൻ കരുണ ചെയ്തവർക്കൊഴികെ. അപ്പോഴേക്കും അവർ രണ്ടുപേർക്കുമിടയിൽ തിരമാല മറയിട്ടു. അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി. നൂഹ് പറഞ്ഞു, ഈ ദിനം അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് രക്ഷിക്കുന്ന യാതൊന്നുമില്ല, അള്ളാഹു കാരുണ്യമരുളിയാലല്ലാതെ. അപ്പോഴേക്കും ഒരു തിര അവർക്കിടയിൽ മറയിട്ടു. അവൻ മുങ്ങി മരിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. ചീറിപ്പാഞ്ഞുവരുന്ന ജലപ്രളയത്തെ തടുത്തു നിർത്താൻ അള്ളാഹുവിനല്ലാതെ ആർക്കാണ് സാധിക്കുക? ഓരോ തിരമാലകളും പർവ്വതങ്ങൾ പോലെ ഉയർന്നിരുന്നുവെന്ന ഖുർആനിക വചനം ഓർക്കുക. ചാവുകടൽ അഥവാ ഡെഡ് സീ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ഹസ്രത്ത് ലൂത്ത് പ്രബോധനം നിർവഹിച്ചിരുന്നത്. ലൈംഗിക അരാജകത്വം പിടിപെട്ട ആ ജനത്തിനിടയിലേക്ക് പ്രബോധന ദൗത്യവുമായി കടന്നുചെന്ന ലൂത്തിനെ തങ്ങൾ ആധിപത്യം വാഴുന്ന പട്ടണത്തിൽ നിന്ന് പുറന്തള്ളാനാണ് ആ സമൂഹം തീരുമാനിച്ചത്.
പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അള്ളാഹു നൽകിയ വെള്ളം ഉപയോഗിക്കുകയും അത് ഉപയോഗപ്പെടുത്തി റിസോർട്ടുകൾ പണിത് അവിടെ ലൈംഗികാചാര കേന്ദ്രങ്ങളാക്കുകയും ചെയ്ത ആ ജനതയ്ക്കുമേൽ ശക്തമായ കല്ലുമഴയാൽ അവരെയും അവർ അവശേഷിപ്പിച്ച മാലിന്യങ്ങളെയും അവർ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത സകല വൃത്തികേടുകളെയും അള്ളാഹു ഭൂമുഖത്തുനിന്ന് തുടച്ചുമാറ്റി. അങ്ങനെ ഒരു ജനത അവിടെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത വിധം അള്ളാഹുവിന്റെ പേമാരി അവരെ നാമാവശേഷമാക്കി. يوم الداعي دعا لبست ثوب وافي مستور بالغصان يوم الداعي دعا لبست ثوب وافي مستور بالغصان لبيت صوت النادى وسعيت الصلاة الله يا عيد عادة يا حرم اللذات صوت الندى وسعيد للصلاة الله يا عيد العادل يا حرم اللذات അള്ളാഹുവിന്റെ വെള്ളം ആപത്ത് മാത്രമല്ല, അലങ്കാരം കൂടിയാണ്. يا حرم اللذات يا عيد ലോകത്തിന്റെ സാമ്പത്തിക സുസ്ഥിതിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ജലം ഉപയോഗിച്ചാണ്. കാർഷികാഭിവൃദ്ധി മുഖ്യമായി വെള്ളത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. ഡാമുകളിലെ വെള്ളം കനാലുകൾ വഴി വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ പല രാജ്യങ്ങൾക്കും സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും കനാലുകൾ വഴി വെള്ളം കൊണ്ടുപോയി കൃഷിക്കുപയോഗിക്കുന്നു. കേരളത്തിന്റെ കാർഷിക വിളകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ചെറിയ തോടുകളും കൃത്രിമ കനാലുകളുമാണ്. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വഴി കണ്ടെത്തുവാൻ വേണ്ടി നദികളും പാതകളും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ലോക വാണിജ്യ മേഖലയുടെ മുഖ്യമായ ഉയർച്ച ജലഗതാഗതത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ജലപാതകൾ രണ്ടു തരമുണ്ട്: നൈസർഗിക ജലപാതകളും കൃത്രിമ ജലപാതകളും. ഇന്ത്യയിലെന്ന പോലെ പല രാജ്യങ്ങളും പെട്രോളിയം, മണൽ, കൽക്കരി തുടങ്ങി ഭാരക്കൂടുതലുള്ള പല ചരക്കുകളും കൊണ്ടുപോകുന്നത് കനാലുകളിലൂടെയാണ്. പനാമ കനാൽ, ഈറി കനാൽ, സൂയസ് കനാൽ, മിസിസിപ്പി കനാൽ തുടങ്ങിയവ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന കനാലുകളാണ്. റെയിൽവേ വികസിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ വാണിജ്യരംഗം മുഖ്യമായും ഉപയോഗപ്പെടുത്തിയിരുന്നത് ഉൾനാടൻ ജലപാതകളെ ആയിരുന്നു. കർണൂൽ കടപ്പ കനാൽ, ഒറീസ കനാൽ, മിഡ്നാപൂർ കനാൽ എന്നിവ പ്രധാനമായും ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന പ്രസിദ്ധ കനാലുകളാണ്. നമ്മുടെ ഉൾനാടൻ ജലപാതകളും കായലുകളും കാണുന്ന ആരും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നേരെ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയില്ല. നമ്മുടെ നദികളും കായലുകളും എത്ര മനോഹരമാണ്! വേമ്പനാട്, കായംകുളം, അഷ്ടമുടി എന്നിവ നമ്മുടെ പ്രധാന കായലുകളാണ്. സുൽത്താൻ കനാൽ, പയ്യോളി കനാൽ, കൊനോലി കനാൽ, പൊന്നാനി കനാൽ, ഷൺമുഖം കനാൽ, പുത്തൻതോട് തുടങ്ങിയവ വെള്ളത്താൽ അനുഗ്രഹീതവും നമ്മുടെ സംസ്ഥാനത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുപകരുന്നവയുമാണ്. കൊച്ചി മുതൽ ആലപ്പുഴ വരെ എത്തുന്ന വേമ്പനാട്ട് കായൽ വ്യവസായ വാണിജ്യ രംഗത്ത് വൻ കുതിപ്പാണ് കേരളത്തിന് സമ്മാനിച്ചത്. ഈ പുരോഗതിയുടെ എല്ലാം ഉറവിടം അള്ളാഹുവിന്റെ അനുഗ്രഹമായ വെള്ളമാണ്. നമുക്ക് ആ അനുഗ്രഹത്തിന്റെ കവാടങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. ജല ടൂറിസം ഇന്ന് വലിയൊരു സാമ്പത്തിക മേഖലയായി വളർന്നിരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളെല്ലാം
വിനോദസഞ്ചാരത്തിന് പേരുകേട്ടതാണ്. കേരളത്തിലെ ആതിരപ്പള്ളി, വാഴച്ചാൽ, പാലരുവി തുടങ്ങിയവ അതിമനോഹരങ്ങളാണ്. പഞ്ഞിക്കെട്ട് കണക്കെ പതപതഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അതിമനോഹരമായ ഒഴുക്ക് എത്ര അത്ഭുതകരവും ആസ്വാദ്യവുമാണ്. حتى السماء يا أخوي نحمد الله يوم جمعنا ويا عسى من عواد حتى السماء قوم سووا العيدية والجافي ما نبى حافظ على صندوقي واللي عافت يمناه سووا العيدية والجافي ما نبى حافظ على صندوقي واللي عافت يمناه يا عيدنا حياه الليل علينا سبحان من جواه بالخير وعوال عيدنا محلى ربي يعطينا الخير العالي في سماء العالي في سماء. ആരാണ് വെള്ളത്തെ ഇപ്രകാരം അലങ്കാരമാക്കിയത്? നൈസർഗികമായ ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് ഇത്രയേറെ രൂപഭംഗി നൽകിയത് ആരാണ്? അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാണ് ഇതിന് കഴിയുക? കാനനച്ഛായയിലെ മനോഹാരിത, മലഞ്ചെരുവുകളിൽ നിന്നൊഴുകി വരുന്ന കാട്ടാറുകൾ, കൊച്ചരുവികൾ, حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إله. നാം ഒരു ഉല്ലാസയാത്രയെക്കുറിച്ച് ഓർത്തു നോക്കൂ. വെള്ളമാണ് ഉല്ലാസയാത്രയ്ക്ക് ജീവൻ പകരുന്നത്. ഇന്ന് എവിടെയും ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വാട്ടർ തീം പാർക്കുകൾ മാറിയതിന്റെ കാരണം വെള്ളത്തിന്റെ ഈ സൗന്ദര്യധാര തന്നെയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമായ വെള്ളത്തിന്റെ ആധിപത്യം കൈയടക്കി വയ്ക്കാൻ സാമ്രാജ്യത്വ ശക്തികളും അവർ നയിക്കുന്ന കോർപ്പറേറ്റുകളും മത്സരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പല നദികളും കായലുകളും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസയോട് ഫറോവ പറഞ്ഞ വാക്കുകളും ഈ കാലഘട്ടത്തിലെ ഫറോവമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്തുമാത്രം പൊരുത്തം. ونادى فرعون في قومه قال يا قوم أليس لي ملك مصر وهذه الأنهار تجري من تحتي أفلا تبصرون. ഫിർഔൻ തന്റെ ജനങ്ങൾക്കിടയിൽ ഒരു വിളംബരം നടത്തി. അവൻ പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? ഈ നദികൾ ഒഴുകുന്നതാകട്ടെ എന്റെ കീഴിലൂടെയാണ്. എന്നിരിക്കെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലുതാണ് വെള്ളം. അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് അല്ലാഹു കനിഞ്ഞരുളിയ അമൃത്. ആകാശത്തുനിന്ന് അല്ലാഹു ഇറക്കിയ മഴ ഭൂമിക്കീറുകളിലൂടെ ഊർന്നിറങ്ങുന്നു. മുകളിലെന്ന പോലെ ഭൂമിക്കടിയിലും ധാരാളം ജലസംഭരണികളുണ്ട്. അതാണ് ഭൂഗർഭജലം. സാധാരണ കിണറുകൾ കുഴിച്ചാൽ വെള്ളം ലഭിക്കാത്തിടത്ത് നാം കുഴൽ കിണർ കുഴിക്കുന്നു. എന്തിനാണിത്? ഭൂമിക്കടിയിൽ വൻ കരിമ്പാറക്കൂട്ടങ്ങൾക്കും എത്രയോ താഴെ അല്ലാഹു വെള്ളം ധാരാളമായി സംഭരിച്ചു വച്ചിട്ടുണ്ട്. അതാണ് നാം ചൂഷണം ചെയ്യുന്ന ഭൂഗർഭജലം. നിങ്ങളിപ്പോൾ കാണുന്നത് നാം ഭൂഗർഭജലം എടുക്കുന്ന വിവിധ മാർഗങ്ങളാണ്. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من
فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد في سكون. ഭൂമിയെ കൂർപ്പിച്ചവനാണ് അള്ളാഹുവെന്ന വിശുദ്ധ ഖുർആനിലെ വരികൾ എത്ര അന്വർത്ഥം. നീലാകാശത്തിന്റെ നീലിമപ്പരപ്പിൽ അസ്തമയ സൂര്യന്റെ വർണ്ണപ്രകാശത്തിന്റെ മനോഹാരിതയിൽ കടൽ തീരത്തെ ഇളം കാറ്റേറ്റുള്ള നടത്തവും കായലോരത്തെ കുളിർതെന്നലിന്റെ മന്ദഹാസവും ജലസാന്നിധ്യത്തിലൂടെയാണ് നമുക്ക് ഏറെ ആസ്വാദ്യകരമാകുന്നത്. ഇപ്പോൾ നടക്കുന്ന വിനോദയാത്രകൾ അധികവും ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലാണെങ്കിൽ മലമ്പുഴ, കോവളം, വേളി, കുമരകം, തേക്കടി, ബേക്കൽ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം വെള്ളം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച പ്രദേശങ്ങളാണ്. ആരാരും തിരിഞ്ഞു നോക്കാത്ത കൊടും കാടും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും ഇന്ന് വിലപിടിപ്പുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ആരാണ് ഈ പ്രദേശങ്ങളെ ഇത്രമേൽ പ്രകൃതി ഭംഗി നൽകി അനുഗ്രഹിച്ചത്? ഈ പ്രദേശങ്ങളെല്ലാം ഇത്രയധികം ഹരിതാഭമാകാനുള്ള കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹമായ വെള്ളമാണ്. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്കു ശേഷം ഭൂമിക്ക് അതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച നിർജീവമായ ഭൂമിക്ക് ജീവൻ നൽകിയ അള്ളാഹു. വിശുദ്ധ ഖുർആനിലെ ഈ വാക്യം നമ്മെ വല്ലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തരിശായി കിടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഇന്ന് വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പലരും. വരയാടുകളുടെ നാടെന്നറിയപ്പെടുന്ന മൂന്നാർ ഇന്ന് റിസോർട്ടുകളുടെ നാടാണ്. ജലാശയങ്ങളും പുൽമേടുമെല്ലാം പണ്ട് നിർജീവമായിരുന്നു. പറഞ്ഞാലും എഴുതിയാലും തീരാത്ത അത്ഭുത പ്രതിഭാസമാണ് വെള്ളം. വെള്ളം തന്നെ വിലയേറിയതാണ്. അതേ വെള്ളത്തിൽ നിന്നാണ് വിലയേറിയ പല സമ്പത്തുക്കളും നമുക്ക് ലഭിക്കുന്നത്. അളവറ്റ സമ്പത്തിന്റെ ഖജനാവുകളാണ് ഓരോ ജലസ്രോതസ്സും. കടലിലും പുഴയിലുമെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുള്ള പലതരം സമ്പത്തുക്കളുമുണ്ട്. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. നിങ്ങൾക്ക് പുതുമാംസം എടുത്തു തിന്നുവാനും
നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുവാനും പാകത്തിൽ കടലിനെ വിധേയമാക്കിയവനും അവൻ തന്നെ. കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർന്നു മാറ്റിക്കൊണ്ട് ഓടുന്നതും നിനക്ക് കാണാം. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടിയാണ് അവനത് നിങ്ങൾക്ക് വിധേയമാക്കി തന്നത്. അതിസൂക്ഷ്മങ്ങളായ ബാക്ടീരിയകൾ മുതൽ ടൺ കണക്കിന് ഭാരമുള്ള നീലത്തിമിംഗലങ്ങൾ വരെ ജീവിക്കുന്നത് വെള്ളത്തിലാണ്. ഭൂലോകത്തെ സ്വർണത്തിന്റെ പകുതിയിലധികവും കടലിലാണ്. വർണ്ണവൈവിധ്യമുള്ള മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും ചിപ്പികളും അള്ളാഹുവിന്റെ അനുഗ്രഹമായ വെള്ളത്തിലാണ്. يا كريما ما لفضلك من نفادي يا سميعا يا مجيبا يا عظيما اهدني يا خالق السبع الشداد اشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت നിലയ്ക്കാത്ത തിരമാലകൾ ജലവിസ്മയമാണ്. തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപാദനം വരെ ഇന്ന് സാധ്യമായിരിക്കുന്നു. സ്വർണം, വെള്ളി, കൽക്കരി, വജ്രം, വെളുത്തീയം, സൾഫർ തുടങ്ങിയവ കടൽ വെള്ളത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. വിമാന നിർമ്മാണത്തിനാവശ്യമായ മഗ്നീഷ്യവും ഗ്ലാസ്, വെടിമരുന്ന് തുടങ്ങിയവ നിർമ്മിക്കാനാവശ്യമായ പൊട്ടാസ്യം ലവണങ്ങളും കടലിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ആഴമേറിയ കടലിന്റെ അടിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും വിലപിടിപ്പുള്ള മുത്തും പവിഴവും നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യർക്ക് ഉപകാരമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ വെള്ളത്തിനടിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നവൻ ആരാണ്? ആരാണ് ഈ സമ്പത്തിന്റെ എല്ലാം ഉടമസ്ഥൻ? അല്ലാഹുവാണ് ഇവയുടെ എല്ലാം സൂക്ഷിപ്പുകാരൻ. മലമുകളിലും നമുക്ക് വെള്ളം ലഭിക്കുന്നു. എന്താണിതിന് കാരണം? വെള്ളത്തിന്റെ സഞ്ചാരത്തിനുമുണ്ട് പ്രത്യേകത. വെള്ളം ഉയർന്നും താഴ്ന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഭൂലോകത്തെ സകല ജീവകോശങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് വെള്ളം. ജൈവകോശങ്ങളിലെ പ്രോട്ടോപ്ലാസത്തിന് കടൽ ജലത്തിന് സമാനമായ ഘടനയാണുള്ളതെന്ന് ശാസ്ത്രം പറയുന്നു. നാം കരയിൽ കാണുന്ന സസ്യങ്ങൾ നോക്കൂ. ഈ കാണുന്ന സസ്യങ്ങളിലും മനുഷ്യനുൾപ്പെടെ ഒട്ടുമിക്കതിലും 60% ജലമാണ്. ജലസസ്യങ്ങളുടെ 95%, ജലമത്സ്യങ്ങളുടെ 80% വെള്ളമാണ്. വെള്ളത്തെ നമുക്ക് 3 അവസ്ഥയിൽ കാണാം: ഖരം, ദ്രാവകം, വാതകം. ഖരാവസ്ഥയിൽ കാണുന്ന വെള്ളമാണ് ഐസ്, ഹിമം തുടങ്ങിയവ. ചൂടേൽക്കുമ്പോൾ ഇത് ഉരുകി വീണ്ടും വെള്ളമാകുന്നു. വെള്ളം ഖരമാകുന്നതും തിരിച്ചതിനെ വീണ്ടും വെള്ളമാക്കി മാറ്റുന്നതും സർവശക്തനാണ്. വിവിധ കാലങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നാടും വീടും പട്ടണവുമെല്ലാം ഹിമത്താൽ മൂടിക്കിടക്കുന്നത് നാം കണ്ടിട്ടില്ലേ? ക്ഷണനേരം കൊണ്ടതിനെ വെള്ളമാക്കി പരിവർത്തിപ്പിക്കുന്നത് ആരാണ്? അതിശൈത്യം മൂലം ജലാശയങ്ങളിലെ വെള്ളം കട്ടിയാകുമ്പോൾ അത് ഐസുപാറകളായി മാറുന്നു. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഐസിന്റെ ഘനത്വം വെള്ളത്തിൻ്റെതിനേക്കാൾ കുറവായതിനാലാണ് ഇത്. ശീതകാലത്ത് കടലിലെയും മറ്റു ജലസ്രോതസ്സുകളിലെയും അടിഭാഗം കട്ടിയാകുകയോ ആയിരക്കണക്കിന് വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളും മറ്റു ജീവജാലങ്ങളും നശിച്ചു പോവുകയോ ചെയ്യാത്തത് വെള്ളത്തിന്റെ അസംഗത വികാസം അഥവാ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ മൂലമാണ്. ശൈത്യകാലത്തെ അതിജീവിക്കുവാൻ ജലജീവികൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് വെള്ളത്തിന്റെ അസംഗത വികാസം. ألم تعلم أن الله له ملك السماوات والأرض وما لكم من
دون الله من ولي ولا نصير. നിനക്കറിഞ്ഞുകൂടെ അല്ലാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അല്ലാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായിയും ഇല്ലെന്നും. قنت الدنيا نشيد الشارقة فإذا الدرب شموس شارقة وهي بالعلم نجوم بارقة فلنغني كلنا الشارقة. വെള്ളമായി കാണുന്നത് തന്നെയാണ് ദ്രാവകാവസ്ഥ. ഇതിന്റെ തന്മാത്രാ വ്യത്യാസം ഖരാവസ്ഥയ്ക്കും വാതകാവസ്ഥയ്ക്കും ഇടയിൽ അതിനെ നിലനിർത്തുന്ന ഒരു ശക്തിവിശേഷം വേണമല്ലോ. ആരാണ് ആ ശക്തി? അതാണ് അല്ലാഹു ഖുർആനിൽ ചോദിച്ചത്, ഞാനും നിങ്ങളും സമമാകുമോ എന്ന്. ഇനി നമുക്ക് വെള്ളത്തിന്റെ മൂന്നാമത്തെ അവസ്ഥ പരിശോധിക്കാം. വാതകാവസ്ഥ അഥവാ നീരാവി. ഈ അവസ്ഥയിൽ ജലതന്മാത്രകൾ സ്വതന്ത്രമായി ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനം അവ തമ്മിലുള്ള ആകർഷണം കുറയ്ക്കുന്നു. നീരാവിയിൽ തന്മാത്രകൾ ഏറിയ പങ്കും ഒന്നോ രണ്ടോ കൂടിയാൽ മൂന്നോ മാത്രം ചേർന്നാണ് നിൽക്കുന്നത്. നീരാവി മേലോട്ടുയരുന്നതിന്റെ കാരണവും ഇതാണ്. നമുക്ക് വെള്ളത്തിന്റെ മറ്റൊരു അത്ഭുത പ്രതിഭാസം കാണാം. ലോകത്തിന്റെ 2/3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ എന്തിനായിരിക്കും ഇത്രയധികം വെള്ളം? ഈ പ്രപഞ്ചത്തിന്റെ കാലാവസ്ഥാ നിയന്ത്രണം വെള്ളം ഏറ്റെടുത്തിരിക്കുന്നു. പകൽ സമയത്ത് സൂര്യതാപത്തിൽ നിന്നും ലഭിക്കുന്ന ചൂട് ജലസ്രോതസ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നു. രാത്രിയിൽ കര പെട്ടെന്ന് തണുത്താലും ഈ ജലസ്രോതസ്സുകൾ ചൂടാറാതെ അധിക സമയം പ്രവർത്തിക്കുന്നു. അതേപോലെ പകൽ സമയം ജലം ചൂടാകാൻ കരപ്രദേശത്തെ അപേക്ഷിച്ച് കൂടുതൽ സമയമെടുക്കുന്നു. പകൽ സമയം നമുക്ക് കിട്ടുന്ന കുളിർതെന്നലും രാത്രി സമയത്തെ ഇളം കാറ്റും വെള്ളത്തിന്റെ ഉയർന്ന താപധാരിത മൂലമാണ്. നാം ഇതിനെ കടൽക്കാറ്റെന്നും കരക്കാറ്റെന്നും വിളിക്കുന്നു. ഇനി നമുക്ക് വെള്ളത്തിന്റെ മറ്റൊരു സവിശേഷത നോക്കാം. എന്തുകൊണ്ടാണ് ചെറുപ്രാണികൾക്ക് വെള്ളത്തിനു മുകളിലൂടെ നടക്കാൻ കഴിയുന്നത്? കനം കുറഞ്ഞ സൂചി പോലെയുള്ളവ വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നതും നാം കണ്ടിട്ടില്ലേ? വെള്ളത്തിന്റെ ഈ കഴിവിനെ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്നാണ് പറയുന്നത്. വെള്ളത്തിന്റെ പ്രതലം ചുരുങ്ങി ഏറ്റവും കുറഞ്ഞ വിസ്താരമാർജിക്കുന്ന പ്രതിഭാസത്തെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. وهي بالعلم نجوم بارقة فلنغني كلنا الشارقة بخطى الرحمن سرنا للابتلاء رحلة الأول ووعد الالتقاء ونشيد الجود حبا وصفاء وعطاء قد أتى بعد. ജലത്തിലെ ഓരോ തന്മാത്രയും മറ്റു തന്മാത്രകളാൽ ആവൃതമാണ്. ഓരോ തന്മാത്രയും പരസ്പരം ആകർഷിക്കുന്നു. ഈ ആകർഷണ ശക്തികൾ പരസ്പരം ഖണ്ഡിച്ചു പോകുന്നു. എന്നാൽ അത്ഭുതകരമായ ഒരു സവിശേഷത വെള്ളത്തിൽ ഏറ്റവും മുകളിൽ കാണാം. ഇവിടെ ഉപരിതലത്തിൽ തന്മാത്രകൾക്ക് മുകളിൽ മറ്റു ജലതന്മാത്രകൾ ഇല്ലാത്തതിനാൽ ഈ തന്മാത്രകൾ താഴേക്ക് ആകർഷിക്കപ്പെടുന്നു. താഴേക്കുള്ള ഈ ആകർഷണമാണ് പ്രതലബലം ഉണ്ടാക്കുന്നത്. വെള്ളത്തിലെ ഈ പ്രതലബലശക്തി മൂലമാണ് ചെറുസാധനങ്ങൾ താഴ്ന്നു പോകാത്തത്. ഇതൊക്കെ സർവശക്തനായ അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് ഇതൊക്കെ നിയന്ത്രിക്കുവാൻ കഴിയുക? ജലവിജ്ഞാനം ഇന്നൊരു വലിയ ശാസ്ത്രശാഖയാണ്. പഠന സൗകര്യത്തിനായി ഇതിനെ 3 തലങ്ങളായി വിഭജിക്കാം. ഉപരിതല വിജ്ഞാനം അഥവാ സർഫസ് വാട്ടർ, ഭൂഗർഭ ജലവിജ്ഞാനം അഥവാ ഗ്രൗണ്ട് വാട്ടർ, ഹിമജല വിജ്ഞാനം അഥവാ സ്നോ എന്നിവയാണവ. ജനവാസം നന്നേ കുറഞ്ഞ മഞ്ഞുമലകൾ നാം കണ്ടിട്ടില്ലേ? ലോകത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കുന്ന മഞ്ഞുമലകൾ കാണാം. ഇത് വെള്ളമാണ്. മഹാത്ഭുതങ്ങളുടെ മഞ്ഞുപാറകൾ. ശൈത്യകാലത്ത് ജലം സംഭരിച്ചു വയ്ക്കുന്ന പ്രകൃതിയിലെ വലിയ ജലസംഭരണികളാണ് ഇവ. സൂര്യരശ്മികളേറ്റ് മഞ്ഞ് സാവധാനം ഉരുകുമ്പോൾ അന്തരീക്ഷവുമായി നടക്കുന്ന ജലവിനിമയങ്ങൾ ഒരു അത്ഭുത പ്രതിഭാസമാണ്.
ഇന്നും ഹിമജല വിജ്ഞാനം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ജീവജാലങ്ങളുടെ ശ്വസന കേന്ദ്രമാണ് വെള്ളം. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വെള്ളമില്ലാതെ ഒരു നിമിഷം ജീവിക്കുക സാധ്യമല്ല. ഒട്ടനവധി മത്സ്യങ്ങളും മൃഗങ്ങളും സസ്യങ്ങളും ഫംഗസുകളും പായലുകളും വിവിധയിനം പുഷ്പങ്ങളും വെള്ളത്തെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവയാണ്. അവയുടെ ഊണും ഉറക്കവും വിശ്രമവും വെള്ളത്തിൽ തന്നെ. സർവശക്തനായ അല്ലാഹു പ്രപഞ്ചത്തിന്റെ 2/3 ഭാഗം വെള്ളം നിറച്ചുവെച്ചത് വെറുതെയല്ലല്ലോ. ധാരാളം വാഹനങ്ങളും വെള്ളത്തിലൂടെ ഓടുന്നു. ചങ്ങാടവും തോണിയും മഞ്ചും ബോട്ടും കപ്പലും തുടങ്ങി. വലിയ യുദ്ധവാഹനങ്ങൾ വരെ വെള്ളത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ സൈനികപ്പടയുടെ സുപ്രധാനമായ ഒരിടം നാവികസേനയാണ്. വെള്ളമില്ലെങ്കിൽ പിന്നെ നാവികസേനയും നാവികപ്പടയുമില്ല. കുടിക്കുന്നതിനായി നാം മഴവെള്ളത്തെ ആശ്രയിക്കുന്നത് പോലെ കിണറുകളും ചോലകളും ഉറവകളും ഉപയോഗപ്പെടുത്തുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും കാടിനെ തഴുകിയൊഴുകുന്ന ചോലകളും കൊച്ചരുവികളും വേണ്ടത്രയുണ്ട്. മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും കുടിക്കാനും കുളിക്കാനുമായി സർവശക്തൻ ഒരുക്കിവെച്ച അനുഗ്രഹത്തിന്റെ നീരുറവകളാണവ. 44 നദികളും 3000 മില്ലിമീറ്റർ മഴയും ലഭിക്കുന്ന ലോകത്തിൽ തന്നെ അപൂർവമായ ഭൗതിക ഗുണമുള്ള നാടാണ് കേരളം. കോൾനിലങ്ങളും കായൽ നിലങ്ങളും നദീതടങ്ങളും ഇവിടെ സുലഭമാണ്. മഴവെള്ളത്തിനു പുറമെ ഭൂമിയുടെ അടരുകളിലും പാറക്കെട്ടുകളിലും ധാരാളം വെള്ളം അല്ലാഹു ഒരുക്കിവെച്ചിട്ടുണ്ട്. കുളനീര്, പനിനീര്, കൽനീര്, വളനീര്, മലനീര്, ഊർനീര് തുടങ്ങിയ 6 നീരുകൾ ഒലിച്ചിറങ്ങുന്ന കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ഈ നീരുകൾക്ക് പുറമെ വേനൽമഴ, പട്ടുമഴ, പുതുമഴ, പൂഞ്ചുമഴ, ഇടമഴ തുടങ്ങിയ മഴകളും ലഭിക്കുന്നു. അല്ലാഹു വെള്ളം കോരിച്ചൊരിഞ്ഞ് അനുഗ്രഹിച്ച നാടാണ് നമ്മുടേത്. ഇവിടേക്ക് അനുയോജ്യമായ ധാരാളം കൃഷിരീതികളും നമുക്കുണ്ടായിരുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടനയ്ക്ക് അനുയോജ്യമായ പഴയ കൃഷിരീതികൾ ഇന്ന് മൺമറഞ്ഞുപോയി. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. മുണ്ടകൻ, പൂനം, പൊക്കാളി, പടുവം, പുതയൻ, കരപ്പുറം, പാണ്ടിനിലം, കോൾനിലം, കുട്ടാടൻ, പള്ളിയാല്, കൊളമ്പ്, ആത്തി, കൈപ്പാട്, തിടിൽനിലം, കിളക്കെ തുടങ്ങിയവയാണ് അവ. അല്ലാഹു നൽകിയ വെള്ളം മനുഷ്യന്റെ ആർത്തി കാരണം അമിതമായി ചൂഷണം ചെയ്തതിന്റെ ഫലമായി പല ജലാശയങ്ങളും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. പല ജലസ്രോതസ്സുകളും വൻ വ്യവസായശാലകൾക്കു വേണ്ടി മണ്ണിട്ട് നികത്തി. അതോടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായി. കഠിനമായ ചൂടും കുടിവെള്ളക്ഷാമവും നാൾക്കുനാൾ കൂടി വരികയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമായ വെള്ളം പരമാവധി സംഭരിച്ചു വെക്കാനുള്ള നൂതനമായ പല മാർഗങ്ങളും ഇന്നുണ്ട്. മഴക്കൊയ്ത്തിലൂടെ പരമാവധി ജലം സംഭരിക്കാം. മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം പറമ്പിൽ തന്നെ ആഴ്ന്നിറങ്ങാൻ അനുവദിച്ചാൽ കിണറിലെ ജലവിതാനം താനെ ഉയരും. പാടത്തും പറമ്പത്തും ധാരാളം മഴക്കുഴികൾ ഉണ്ടാക്കാവുന്നതാണ്. വീടുകളുടെ മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന വെള്ളം വലിയ ടാങ്കുകളിലേക്ക് ഒഴുക്കി ശേഖരിക്കാവുന്നതാണ്. ഓരോരോ വീടും കേന്ദ്രീകരിച്ച് ധാരാളം മഴക്കുഴികളും ജലസംഭരണികളും ഉണ്ടാക്കി വെള്ളം പാഴാകാതെ സൂക്ഷിക്കാൻ നാം പഠിക്കുകയും വരും തലമുറകളെ പഠിപ്പിക്കുകയും വേണം. കാടും പുൽമേടുകളും പാടങ്ങളും ചതുപ്പുനിലങ്ങളും നശിപ്പിക്കാതെ സൂക്ഷിച്ചാൽ ധാരാളം വെള്ളം സംഭരിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൊന്നായ വെള്ളം നഷ്ടപ്പെടാതെയും ദുരുപയോഗപ്പെടുത്താതെയും സൂക്ഷിക്കേണ്ടത് അല്ലാഹുവിന്റെ അടിയാറുകളുടെ ബാധ്യതയാണ്.
നമുക്ക് കടലിന്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ രണ്ടു തരം ജലം കാണാം. ഒന്ന് തെളിനീർ, മറ്റൊന്ന് ഉപ്പുനീർ. ഇതിനിടയിൽ യാതൊരുവിധ മതിലുകളുമില്ല. ഇത് രണ്ടും യോജിക്കാതെ കാത്തുസൂക്ഷിക്കുന്നത് ആരാണ്? വൻനദികൾ സമുദ്രത്തിൽ പതിക്കുന്ന അഴിമുഖങ്ങളിൽ ചിലയിടത്ത് ഈ അത്ഭുത പ്രതിഭാസം കാണാം. സമുദ്രങ്ങളുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ബഹ്റൈനിലും പേർഷ്യൻ ഗൾഫിലെ പല സ്ഥലങ്ങളിലും ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം വേറിട്ട് നിൽക്കുന്നത് കാണാം. മനുഷ്യകരങ്ങൾക്ക് അസാധ്യമായ ഈ പ്രതിഭാസമൊരുക്കിയവൻ അല്ലാഹുവാണ്. തികഞ്ഞ ധിക്കാരികൾക്കല്ലാതെ അല്ലാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ ഒന്നും തള്ളിപ്പറയാൻ സാധ്യമല്ല. പ്രപഞ്ചമഖിലം പരന്നുകിടക്കുന്ന കോടാനുകോടി ദൃഷ്ടാന്തങ്ങളിൽ ഒന്നു മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. പരിമിതമായ കഴിവും അറിവുമുള്ള നാം കണ്ടെത്തിയ വിവരങ്ങളിൽ ചിലത് മാത്രമാണ് ഇവ. ഇനിയും എന്തെല്ലാം രഹസ്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ ഈ ഭൂമുഖത്തുണ്ടാവും. അല്ലാഹുവിന്റെ വിശാലമായ ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണോടിക്കുക. അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മുടെ ചിന്തകളെ പറഞ്ഞയക്കുക. ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അവന്റെ സൃഷ്ടിവൈഭവങ്ങൾ കണ്ടെത്തുക. പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരിക്കും 1000 കഥകൾ പറയാനുണ്ട്. നാം നിസ്സാരമെന്ന് കരുതുന്ന ഓരോ ജീവിയിലും സർവേശ്വരന്റെ കോടാനുകോടി ദൃഷ്ടാന്തങ്ങളാണ് കുടികൊള്ളുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതിരിക്കുക? നാഥ, ഈ പ്രപഞ്ചത്തെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. നീ എത്ര പരിശുദ്ധൻ! നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറക് നിവർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അല്ലാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? ഓരോരുത്തർക്കും തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയെന്ന് അറിവുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അറിയുന്നവനത്രേ. وَلِلَّهِ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَى اللَّهِ الْمَصِيرُ. അല്ലാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അല്ലാഹുവിങ്കലേക്ക് തന്നെയാണ് മടക്കവും. أَلَمْ تَرَ أَنَّ اللَّهَ يُزْجِي سَحَابًا ثُمَّ يُؤَلِّفُ بَيْنَهُ ثُمَّ يَجْعَلُهُ رُكَامًا فَتَرَى الْوَدْقَ يَخْرُجُ مِنْ خِلَالِهِ وَيُنَزِّلُ مِنَ السَّمَاءِ مِنْ جِبَالٍ فِيهَا مِنْ بَرَدٍ فَيُصِيبُ بِهِ مَنْ يَشَاءُ وَيَصْرِفُهُ عَنْ مَنْ يَشَاءُ يَكَادُ سَنَا بَرْقِهِ يَذْهَبُ بِالْأَبْصَارِ. അല്ലാഹു കാർമേഘത്തെ തെളിച്ചുകൊണ്ടുവരികയും എന്നിട്ട് അതു തമ്മിൽ സംയോജിപ്പിക്കുകയും എന്നിട്ടതിനെ അവൻ അട്ടിയാക്കുകയും ചെയ്യുന്നു എന്ന് നീ കണ്ടില്ലേ? അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. ആകാശത്തുനിന്ന് അവിടെ മലകൾ പോലുള്ള മേഘകൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കുകയും എന്നിട്ട് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ മിന്നൽ വെളിച്ചം കാഴ്ചകൾ റാഞ്ചിക്കളയുമാറാകുന്നു. يُقَلِّبُ اللَّهُ اللَّيْلَ وَالنَّهَارَ إِنَّ فِي ذَلِكَ لَعِبْرَةً لِأُولِي الْأَبْصَارِ.
അല്ലാഹു രാവും പകലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക് ഒരു ചിന്താവിഷയമുണ്ട്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير. എല്ലാ ജന്തുക്കളെയും അല്ലാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്. 2 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. 4 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم. യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. Who created the sun? He's Allah Almighty. Who created the moon? He's Allah Almighty. Who runs the rivers and lakes? He's Allah Almighty. Who runs the clouds full of rain? He's Allah Almighty. Who forgives us when we commit many sins? Allah Almighty. Who looks down on us? Tell me who He is. Allah Almighty. And when you meet Allah, you should be so proud. And then you shout it to Him out loud. You are my God. My God. You are my God. Subhanallah, worthy of all praise. You are my God, la ilaha illallah. You are my God, my God. You are my God. Subhanallah. Wa bihamdillah. You are my God, la ilaha illallah. Who sparkles stars in the sky? He's Allah Almighty. Who taught the birds how to fly? He's Allah Almighty. Who taught us to pray 5 times? He's Allah Almighty. And helped us to do good, not crime. He's Allah Almighty. Who sent Muhammad sallallahu alayhi and gifted us Islam, 'cause there's no other way. Allah Almighty. And when you meet Allah, you should be so proud. And then you shout it to Him out loud.
You are my God. You are my God. Subhanallah, worthy of all praise. You are my God, la ilaha illallah. You are my God, my God. You are my God. Subhanallah, Subhanallah. you are my God, la ilaha illallah. You are my God, my God. You are my God. Subhanallah, La ilaha illallah. مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي.